Hi friends, Azhichupaniയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ പവർ ബാങ്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർ പലരും പല ഡൗട്ട്സും ചോദിച്ചിരുന്നു. സാധാരണ ബാറ്ററി ഇടാൻ പറ്റുമോ, അതേമാതിരി ഇത് ചാർജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടൊരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമുക്ക് പേജുകളുണ്ട്. അപ്പം അവിടെയും ടച്ച് ബേസ് ചെയ്ത് പോവുക. കാര്യം ചെയ്യുന്ന ജോലികളുടെയൊക്കെ അപ്ഡേറ്റ്സ് ഞാനതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആദ്യത്തെ ചോദ്യം തന്നെ ഇതിൻ്റെ അകത്ത് സാധാരണ ബാറ്ററി ഇടാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. സാധാരണ ബാറ്ററി ഇടാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ 18 സാധാരണ AA ബാറ്ററിയാണ്. ഇത് വരുന്നത് 1.5 വോൾട്ടാണ്. ഇത് റീചാർജബിൾ AAA ബാറ്ററിയാണ്. ഇതിൻ്റെ വോൾട്ടേജ് വരുന്നത് 1.2 വോൾട്ടാണ്, 1.2 വോൾട്ടാണ്. ഇത് റീചാർജബിൾ AA ബാറ്ററിയാണ്. ഇതിൻ്റെ വോൾട്ടേജും വരുന്നത് 1.2 വോൾട്ടാണ്. ഇത് വരുന്നതാണ് ഞാൻ പറഞ്ഞ ബാറ്ററി, നമ്മൾ നേരത്തെ പറഞ്ഞ ബാറ്ററിയാണിത്. 18650 എന്നാണ് ഈ ബാറ്ററിയുടെ പേര്. ഇത് വരുന്നത് 3.7 വോൾട്ടാണ് വരുന്നത്. ഏതാണ്ട് ഈ ഒരു ബാറ്ററി എനിക്ക് തോന്നുന്നു 3000 mAh വരും. അപ്പോൾ ഇതാണ് ബാറ്ററികളിൽ ഉള്ള വ്യത്യാസം. പവർ ബാങ്കിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു സ്വിച്ച് ഉണ്ട്, ഓൺ ബട്ടൺ ഉള്ള സ്വിച്ചാണ്. ഫസ്റ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര ബാറ്ററി ചാർജ് ഉണ്ടെന്ന് കാണിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഡബിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു LED ഉണ്ട്. പിന്നെ ഒരു ടാപ്പും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി കൂടെ ലോ ആയിട്ട് കത്തും. പിന്നെ ഒരു ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു LED ടോർച്ച് മാതിരി നമ്മളതിന് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫായി പോകും. പോർട്ടിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു 1 ആംപിയർ ഔട്ട് 1 ആംപിയർ ഔട്ട് 2 ആംപിയർ എന്നുണ്ട്. അപ്പം ഇതിൽ നമ്മുടെ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് 1 ആംപിയറോ 2 ആംപിയറോ ചാർജർ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുകൂടാതെ ഇതിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഇൻ, അതായത് ഇത് പവർ ബാങ്ക് ചാർജ് ചെയ്യാനായിട്ട് 2 ചാർജിങ് പോർട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഡാമേജ് ആയാലും മറ്റേതിൽ കുത്തി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതൊരു വലിയ പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം പഴയ പവർ ബാങ്കിൻ്റെയൊക്കെ ചാർജർ പോർട്ടാണ് സാധാരണ കംപ്ലൈൻറ്റ് വരാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ആ ലൈക്ക് ബട്ടൺ അടിക്കുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേമാതിരി തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.